ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൈക്കോളജിസ്റ്റാണ്. പഠിച്ചിരിക്കുന്നത് മനഃശാസ്ത്രമാണ്. എൻ്റെ സ്പെഷ്യലൈസേഷൻ ഫാമിലി കൗൺസിലിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, എന്നിട്ടതെങ്ങനെ പരിഹരിക്കാം. സാധാരണ ഈ ശവപ്പെട്ടിക്കാരൻ കച്ചവടക്കാരൻ പ്രാർത്ഥിക്കുന്ന എന്നാന്നറിയാലോ അല്ലേ? പെട്ടി വിൽക്കണേ എന്ന് പറഞ്ഞോല്ലേ, ഞാനും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് എവിടെങ്കിലും 3-4 ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇന്ന് അടിയുണ്ടാക്കണേ, എന്നിട്ട് അവരെന്നെ കാണാൻ എൻ്റെ ക്ലിനിക്കിലെത്തണേ. എനിക്കൊരു ക്ലിനിക്കാണ്, കൗൺസിലിംഗ് ക്ലിനിക്കാണ്, കോട്ടയത്താണ്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും 3-4 പെൺപിള്ളേർ ആരുടെയിലും കൂടെ ഒളിച്ചോടി പോണേ, എന്നിട്ട് പോലീസുകാരത് പൊക്കി എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവരണേ. അല്ല, എനിക്ക് പിള്ളേരെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. വീട്ടമ്മമാര് പോകുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. കാരണം കഴിഞ്ഞ 2025 2868 വീട്ടമ്മമാര് ഭർത്താവിനെയും പിള്ളേരെ ഇട്ടച്ച് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് എനിക്കിഷ്ടമാണ്, കാരണം അത്തരം കേസ് നമുക്ക് വരുമല്ലോ. അതിനകത്ത് ഞാൻ ദീപിക പത്രത്തിലാണ് ന്യൂസ് വായിച്ചത്. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, അത്രയും ഭർത്താക്കന്മാരുടെ കഷ്ടകാലം, അല്ല നല്ല കാലം, കാമുകന്മാരുടെ കഷ്ടകാലം. എനിവേ, കുടുംബം ഒത്തിരിയേറെ മാറിപ്പോയി. ഒരു കാലത്ത് പാവനമെന്നും പവിത്രമെന്നും നമ്മൾ കരുതിയിരുന്ന പലതും ഇന്ന് പഴഞ്ചൻ ആശയങ്ങളായി മാറിപ്പോയി. ലിവിങ് ടുഗദർ എന്ന ആശയത്തിന് പോലും ഇന്ന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്ന, ഇഷ്ടമുള്ളവന്റെ കൂടെ താമസിക്കാൻ, ഇഷ്ടമുള്ളവളെ കൊണ്ട് പോകാൻ ആ അനുവാദം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞാൻ 1978 എൻ്റെ സൈക്കോളജി പഠനമൊക്കെ പൂർത്തിയാക്കി ഈ പണിക്കിറങ്ങിയത്. 78-80 കാലഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ കൗൺസിലിംഗ് എന്ന വാക്ക് പോലും ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാലമാണ്. 47 years ബാക്ക് ഞാനിത് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ചാച്ചൻ എന്നോട് പറഞ്ഞ, എന്നെ അഡ്വക്കറ്റ് ആകൊണ്ടാക്കിയതാ, ചാടി പോന്നതാണ്. അന്ന് എൻ്റെ ചാച്ചൻ എന്നോട് പറഞ്ഞു, മോളെ ഇത് പഠിച്ചിട്ട് നീ പച്ചരിക്കഞ്ഞി വെച്ച് കൊടുത്ത് നിന്റെ പിള്ളേരെ വളർത്തത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ചാച്ചാ, നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ കപ്പ നിപ്പുണ്ടല്ലോ, അത് പുഴുങ്ങി കാന്താരിമുളകും പൊട്ടിച്ചു കൊടുത്ത് ഞാനങ്ങ് വളർത്തിക്കോളാം. എന്നാലും ആരും കൈവെക്കാത്ത ഒരു മേഖല, അന്ന് കുറച്ച് അച്ഛന്മാരോ ആരെങ്കിലും അതുപോലെയുള്ള സന്യാസിനികളൊക്കെ മാത്രം കൈവച്ചിരുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വന്നയാളാണ് ഞാൻ. 78-80 കാലഘട്ടങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്നെ കാണാൻ വന്നതെല്ലാം സ്ത്രീകളാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ 2 തരം സ്ത്രീകളാണ്. ഒന്ന് ഭീകരരൂപിയായ ഒരു അമ്മായിയമ്മ, അതിൻ്റെ മുന്നില് കുഞ്ഞാടിനെ പോലെ നിന്നിരുന്ന ഒരു പറഞ്ഞോ മരുമകള്. പഴയ കഥയാ, ഇപ്പൊ തിരിച്ചാ വരുന്നത്. ഭീകരരൂപിയായ മരുമകള്, അതിൻ്റെ മുന്നിൽ കുഞ്ഞാടായ അമ്മായിമാർക്കൊരു സന്തോഷമായിട്ടല്ലേ. അതെ, 80-85 കാലഘട്ടങ്ങളില് എന്നെ തേടി വന്നിരുന്ന ഏറ്റവും കൂടുതൽ കേസുകള് മദ്യപാനം കൊണ്ട് തകർന്ന കുടുംബ ബന്ധങ്ങളും സ്ത്രീധന പീഡനങ്ങളും ഒക്കെ ആയിരുന്നു. പണ്ട് മദ്യപാനം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. കുടുംബനാഥൻ മാത്രം മദ്യപിക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടേ. വീട്ടിലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ വിറ്റുകുടിക്കുക, കുടുംബത്തിന്റെ അടിത്തറ വരെ മാന്തി കുടിക്കുക, താലിമാല വരെ വിറ്റുകൂടി പണയം വെച്ച് എന്നാ പണയം വെച്ച് പിള്ളേർ പറയുന്നു പണയം വെച്ചാ കുടിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് അത്ര കുഴപ്പമുണ്ടോ? ഈ കൊല്ലം ഭാഗത്തൊക്കെ ഇല്ലല്ലേ? ഇവിടൊക്കെ എങ്ങനെയാണാവോ? അല്ല, ഞാൻ കോട്ടയത്തെ പറയാം, കോട്ടയത്തെ ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇവിടൊക്കെ എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചാ. ഞങ്ങളുടെ ഇവിടൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, വീട്ടുകാരൻ മേടിച്ചോണ്ട് വരും, ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വാടിയെന്ന് പറയും. അങ്ങനെ ഗ്ലാസും വെള്ളം കൊണ്ട് കൊടുക്കുമ്പോ തൊട്ട് നോക്കാൻ വല്ലതും ഉണ്ടോടിയെന്ന് ചോദിക്കും. അച്ചാറാണേലും മതിയെന്ന് പറയും. ഒരു കൂട്ടായ്മയുടെ അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ അങ്ങനൊന്നും ഇല്ലല്ലേ?
അപ്പൊ എനിക്ക് മനസ്സിലായി യാതൊരു പരിഷ്കാരവും ഇല്ലാത്ത ആൾക്കാരാ. അതെനിക്ക് മനസ്സിലായി. ഞങ്ങള് കോട്ടയംകാരെന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാമേല, ഞങ്ങള് പരിഷ്കാരികളാണ്. അറിയാമല്ലോ, അക്ഷര നഗരി ഇതൊക്കെയാ ഞങ്ങളുടെ അവിടെ ഞങ്ങളെ വിളിക്കുക. അപ്പൊ ഞങ്ങളുടെ അവിടെ എങ്ങനെയാന്ന് ചോദിച്ചാല്, ഭാര്യ ഭർത്താക്കന്മാര്, ന്യൂ ജനറേഷൻ കേട്ടോ, പുതിയ തലമുറ ഒരുമിച്ച് പബ്ബുകളിൽ പോവാറുണ്ട്, ബാറുകളിൽ പോവാറുണ്ട്, അവരൊരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട്. വീടുകളിലാണേലും ഭാര്യയും ഭർത്താവും കുടുംബം ഒരുമിച്ച് ഫെലോഷിപ്പ് നടത്താറുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം വോഡ്കയാണ്. സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടം, ഞങ്ങളുടെ അവിടുത്തെ കാര്യമാണ് പറഞ്ഞേ, വോഡ്കയാണെന്നാണ് എൻ്റെ ഒരറിവ്. ഈ സ്കൂൾ ഇയർ അവസാനിച്ചപ്പോഴ് ഒരു 3-4 സ്കൂളുകളിൽ നിന്ന് കുട്ടികള്, ആൺകുട്ടികളല്ല പെൺകുട്ടികള്, കള്ളടിച്ച് ബോധമില്ലാതെ നടത്തിയ പരിപാടികളുമായിട്ട് എന്നെ സമീപിക്കുകയുണ്ടായി. ഒരു സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോയി, ബാംഗ്ലൂർ, മൈസൂർ, ഊട്ടി. 8, 9, 10 ക്ലാസ്സിലെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂള്. അതിൽ 16 കുട്ടികൾ കുപ്പി കരുതിയാ പോയത്, പെൺകുട്ടികൾ. ബാംഗ്ലൂരില് ഒരു ഹോട്ടലിൽ റൂം എടുത്തു. 5 പേര് വീതം ഓരോ റൂമിലായിരുന്നു. അതിലൊരു റൂമിലുണ്ടായിരുന്ന 5 പേരിൽ ഒരുത്തി അടിച്ചത് ഇച്ചിരി കൂടിപ്പോയി. അവൾ ഉടനെ തന്നെ അതെടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു, ഹായ് ഗായ്സ്, വി ആർ ഇൻ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ്. നാട്ടിലിരുന്ന ആരോ അധ്യാപകരത് കണ്ട് പ്രിൻസിപ്പലിനെ അറിയിച്ച് അങ്ങനെ വന്ന കേസാ. പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു, ഈ 16 കുട്ടികളെ പേരൻസിനെ കൂട്ടി ഞാൻ വിടുന്നുണ്ട്, ഗ്രേസ് ഒരു കാര്യം ചെയ്യുക, അവരെ കൗൺസിലിംഗ് നടത്തി എനിക്കൊരു റിപ്പോർട്ട് തരണം, എന്നിട്ടേ ഞാൻ ക്ലാസ്സിൽ കയറ്റത്തുള്ളൂ. അങ്ങനെ വിട്ടതാ. ഞാൻ ഇവരെ എല്ലാവരെയും തന്നെ കണ്ടു. പക്ഷെ അതില് ഒരു പെൺകുട്ടി അപ്പനും അമ്മയുമായി എന്നെ കാണാൻ വന്നു. അവര് കാണാൻ വന്ന് ഞാൻ അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് നേരെ ഇരുന്നുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അപ്പനോട് ചോദിച്ചു, നമ്മുടെ മകൾ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായോ? ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ മകൾ, ഞാൻ ചോദിച്ച ചോദ്യം നമ്മുടെ മകളെന്ന, നിങ്ങളുടെ മോളെന്നല്ല. അത് ചോദിക്കാൻ കാരണം ഞാൻ കല്യാണം കഴിച്ചയാളാ. കല്യാണം കഴിഞ്ഞിട്ട് 52 വർഷങ്ങളായി. എനിക്ക് 4 പേരക്കുട്ടികളുണ്ട് എൻ്റെ കൂട്ടത്തില്. മൂത്ത കുട്ടി ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, രണ്ടാമത്തെ കുട്ടി +2 കഴിഞ്ഞു, ഡിഗ്രി ചേരാൻ പോവുകയാണ്, മൂന്നാമത്തെ കുട്ടി 10ാം ക്ലാസ്സിലാണ്, 4ാമത്തെ കുട്ടി 5ാം ക്ലാസ്സിലാണ്. ഇത്രയും പേരെൻ്റെ ചുറ്റിനുമുണ്ട് എല്ലാ ദിവസവും. അതുകൊണ്ടാണ് മനസ്സിൽ നമ്മുടെ മകൾ എന്ന് ഞാൻ പറഞ്ഞത്. ഉടനെ അപ്പൻ എനിക്ക് തന്ന മറുപടി എന്നറിയാം, എൻ്റെ മോള് ധ്യാന കേന്ദ്രത്തിലൊന്നും പോയതല്ല, എൻ്റെ മോളെ ഞാൻ പ്രാർത്ഥനയ്ക്കൊന്നും വിട്ടതല്ല, ടൂറ് പോയതാ, അവൾ എൻജോയ് ചെയ്യാൻ പോയതാ, ഞാൻ കൊടുത്തു വിട്ടതാ. ആർക്കാ ഇത്ര സൂക്കേട്? ന്യൂ ജനറേഷൻ അപ്പന്മാര്. കഴിഞ്ഞ ദിവസം വന്ന് BR പഠിക്കുന്ന ഒരു പെണ്ണാണ് മൂവാറ്റുപുഴയില്. പബ്ബില് ബാറില് ആമ്പിള്ളേരുടെ കൂടെ അവരുടെ ഒപ്പം കുടിക്കും. അങ്ങനെ അവളിപ്പോ ഒരു ചെറിയ സസ്പെൻഷനില്ല. അങ്ങനെ വന്നപ്പോ അമ്മയോട് ഞാൻ ചോദിച്ചു, മകൾ എന്ന് തുടങ്ങിയെന്നു, എവിടെ തുടങ്ങിയെന്നു അറിയാവോ? അറിയാം, അത് ചെറുപ്പം മുതലേ പപ്പ കൊടുത്ത് പഠിപ്പിച്ചതാ. ചെറുപ്പം മുതലേ പപ്പ എപ്പ എടുക്കുന്നോ അപ്പോഴൊക്കെ മോക്ക് ഇത്തിരി കൊടുത്തു. പപ്പ എന്നോട് പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ പുറത്തു പോയി കഴിക്കാതിരിക്കാൻ അകത്ത് കൊടുത്തതെന്നാ പറഞ്ഞു. അതുകൊണ്ട് ആരോട് എന്താ സംസാരിക്കേണ്ടതെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പിള്ളേരോടാണോ സംസാരിക്കേണ്ടത്? മാതാപിതാക്കളോടാണോ ഇത് സംസാരിക്കേണ്ടത്?